ഹലോ വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷിൻ്റെ കോർ കോഴ്സായ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന പേപ്പറാണ്. യൂണിറ്റ് 6 ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഇന്ത്യൻ ഇംഗ്ലീഷ് ഡ്രാമ. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലായി നമ്മൾ ഈ പേപ്പറിൻ്റെ ബ്ലോക്ക് 1 ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ബ്ലോക്ക് 1-ലെ ലാസ്റ്റ് യൂണിറ്റ് ആണ്. നമുക്ക് യൂണിറ്റിലേക്ക് കടക്കാം. ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പ്രധാനമായും 2 കാലഘട്ടങ്ങളിലായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പ്രീ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് മുൻപ്, സ്വാതന്ത്ര്യത്തിന് ശേഷം. ഇത് എല്ലാ സാഹിത്യ രൂപങ്ങളിലും, അത് നോവൽ ആയിക്കോട്ടെ, ഷോർട്ട് സ്റ്റോറി ആയിക്കോട്ടെ, പ്രോസ് ആയിക്കോട്ടെ, പോയട്രി ആയിക്കോട്ടെ, എല്ലാ സാഹിത്യ രൂപങ്ങളിലും ബാധകമാണ്. നമുക്ക് ഡ്രാമയുടെ ചരിത്രം ഒന്ന് പരിശോധിക്കാം. ഇവിടെ മേജർ പ്രീ ഇൻഡിപെൻഡൻസ് ഡ്രാമറ്റിസ്റ്റ് ആൻഡ് ദെയർ വർക്ക്സ്, സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള നാടകകൃത്തുക്കളും അവരുടെ രചനകളും എന്നതാണ് ആദ്യത്തെ ഭാഗം. ദി ഇംഗ്ലീഷ് കോളനൈസേഴ്സ് ടുക്ക് ഇനിഷ്യേറ്റീവ്സ് ടു ബിൽഡ് തിയേറ്റേഴ്സ് ഇൻ മുംബൈ, ചെന്നൈ ആൻഡ് കൊൽക്കത്ത with the aim of entertaining their lot and also to propagate their ideas among the Indian elite. ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർ മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ പ്രദേശങ്ങളിൽ നാടകശാലകൾ, തിയേറ്റേഴ്സ് സ്ഥാപിക്കുകയുണ്ടായി. അത് അവർക്ക് നാടകം കാണാനുള്ള അവസരങ്ങൾക്കും അവരുടെ ഓഫീസർമാർക്കും അതുപോലെ തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള എലീറ്റ്സിന്, ഔന്നത്യത്തിൽ ജീവിക്കുന്നവർ, റോയൽ ഫാമിലി, അതുപോലെ തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള നോബിൾ ഫാമിലിയുള്ളവർ, റിച്ച് പീപ്പിൾ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയായിരുന്നു ഇത്. ദീസ് തിയേറ്റേഴ്സ് വെർ ബിൽറ്റ് ഓൺ ദ മോഡൽ ഓഫ് ഇംഗ്ലീഷ് തിയേറ്റേഴ്സ്. ഇംഗ്ലീഷ് നാടകശാലകളുടെ അതേ മാതൃകയിലായിരുന്നു ഇവിടെയും നിർമ്മിക്കപ്പെട്ടത്. ബൈ ദി എൻഡ് ഓഫ് ദി 18th century, 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി 2 നാടകങ്ങൾ, അതായത് ദ ഡിസ്ഗൈസ് ആൻഡ് ലവ് ഇസ് ദ ബെസ്റ്റ് ഡോക്ടർ, ഈ 2 നാടകങ്ങൾ were translated and performed in Bengal. ഇവ ബംഗാളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും പെർഫോം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. As there were only 2 playhouses in Kolkata, the Hindu theatre was established by Prasanna Kumar Tagore in 1831. അണ്ടർലൈൻ ചെയ്യുക. ഹിന്ദു തിയേറ്റർ എന്ന ഒരു നാടകശാല പ്രസന്ന കുമാർ ടാഗോർ അദ്ദേഹമാണ് സ്ഥാപിക്കുന്നത്. ജൂലിയസ് സീസർ വാസ് പെർഫോംഡ് റെഗുലർലി. ജൂലിയസ് സീസർ എന്ന ഷേക്സ്പിയറിൻ്റെ വിഖ്യാത നാടകം അവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഡെയിലി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, റെഗുലർലി കുറേ നാളുകൾ അത് അവതരിപ്പിക്കപ്പെട്ടു. ദ ബോംബെ എമച്വർ തിയേറ്റർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ മുംബൈ ഇൻ 1776. അടുത്തൊരു നാടകശാലയുടെ പേരാണ് മുംബൈയിൽ സ്ഥാപിക്കപ്പെട്ട നാടകശാലയുടെ പേരാണ് ബോംബെ എമച്വർ തിയേറ്റർ എന്നുള്ളത്. ഇപ്പോൾ 2 പ്രധാന നാടകശാലകൾ ഇന്ത്യക്കാരാൽ സ്ഥാപിക്കപ്പെട്ടതുകൊണ്ടാണ് ആ പേര് അവിടെ നമ്മൾ പരാമർശിക്കുന്നത്. ബാക്കി ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചതായതുകൊണ്ട് നമ്മൾ പേരുകൾ ഓർമ്മിക്കേണ്ട ആവശ്യമില്ല. In Bengal, the persecuted or dramatic scenes illustrative of the present state of Hindu society in Calcutta, 1831, by Krishna Mohan Banerjee is considered the first drama written in Indian English. Underline ചെയ്യുക. ബംഗാളിൽ ഇന്ത്യൻ ഇംഗ്ലീഷിൽ ആദ്യമായി എഴുതപ്പെട്ട നാടകം വരികയാണ്. ആരാണ്? കൃഷ്ണ മോഹൻ ബാനർജിയാണ് എഴുതുന്നത്. പേര് കുറച്ച് ലെങ്തിയാണ്, ഓർമ്മിക്കുക. ദ പെർസിക്യൂട്ടഡ് ഓർ ഡ്രമാറ്റിക് സീൻസ് ഇലസ്ട്രേറ്റീവ് ഓഫ് ദ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ഹിന്ദു സൊസൈറ്റി ഇൻ കാൽക്കട്ട. ഇതാണ് നാടകത്തിൻ്റെ പേര്. 1831 അത്. ആദ്യമായിട്ട് ഇന്ത്യൻ ഇംഗ്ലീഷിൽ എഴുതിയ നാടകമാണ് അത്. നാടകശാലകൾ ഇന്ത്യക്കാർ സ്ഥാപിക്കുന്നുണ്ട് അതിനു മുമ്പിൽ തന്നെ, അതേ കാലഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ കുറച്ച് മുമ്പിൽ തന്നെ. സമാനമായ കാലഘട്ടം 1831 തന്നെയാണ് പ്രസന്നകുമാർ ടാഗോർ സ്ഥാപിക്കുന്നത്. 1776 മുംബൈയിൽ ബോംബെ അമച്വർ തിയേറ്റർ വരുന്നുണ്ട്. എന്നാലും ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾ എഴുതുന്ന ഒരു നാടകം വരുന്നത് 1831 ദ പെർസിക്യൂട്ടഡ് എന്ന നാടകമാണ്. കൃഷ്ണ മോഹൻ ബാനർജി. This drama presented the conflicting mind of a Bengali youth between the liberal ideas imbibed from British education and orthodox Hindu beliefs in his life. ഒരു ബംഗാളി യുവാവിൻ്റെ കഥയാണ്. അവൻ്റെ മനസ്സിലുള്ള കോൺഫ്ലിക്റ്റുകളാണ്, പരസ്പരമുള്ള ഒരു സംഘർഷം. അതായത് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ്റേതായിട്ടുള്ള ലിബറൽ ചിന്താഗതിയും ഓർത്തഡോക്സ് ഹിന്ദു വിശ്വാസവും തമ്മിലുള്ള ഒരു വടംവലിയുടെ കഥയാണ്. Nothing substantial was written in Indian English until Michael Madhusudan Dutt entered this scene.
ഇന്ത്യൻ ഇംഗ്ലീഷിൽ കാര്യമായൊന്നും എഴുതപ്പെട്ടില്ല മൈക്കൽ മധുസൂദൻ ദത്ത് വരുന്നത് വരെ. രത്നാവലി, സെമിസ്റ്റ ആൻഡ് ഇസ് ദിസ് കോൾഡ് സിവിലൈസേഷൻ, ബംഗാളി പ്ലേസ് റിട്ടൺ ബൈ ദത്ത് വെർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് ബൈ ഹിംസെൽഫ്. ഇവയൊക്കെ ദത്തിൻ്റെ നാടകങ്ങളാണ്. അദ്ദേഹം തന്നെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. He had also written a drama titled Nation Builders, which was posthumously published in 1922. മരണശേഷമാണ് ഈ ലാസ്റ്റ് നാടകം നേഷൻ ബിൽഡേഴ്സ് എന്ന നാടകം പബ്ലിഷ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളുടെ പേരുകളൊന്നും അണ്ടർലൈൻ ചെയ്തു വെക്കണം. പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ പേരും ഓർമ്മിച്ചു വെക്കണം. വളരെ ഇൻഫ്ലുവൻഷ്യലായ ദത്ത് ഫാമിലിയിലെ അംഗമാണ്. നമ്മൾ ഇതിനു മുമ്പും മറ്റ് ഫോംസിൽ, മറ്റ് ജോൺറേഴ്സിൽ, മറ്റ് കാറ്റഗറീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ആരൊക്കെയാണ്, ഏതൊക്കെ നാടകത്തുകൾ, അല്ലെങ്കിൽ ഏതൊക്കെ നോവലിസ്റ്റുകൾ, ഏതൊക്കെ കവികളാണ് ഈ പറയുന്ന ദത്ത് ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ളതെന്ന് മുൻപ് യൂണിറ്റുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വീഡിയോസ് നിങ്ങൾ കാണുക. In 1861, he also translated Mithra's The Mirror of Indigo Planters. 1861-ലാണത്. മിത്രയുടെ ദ മിറർ ഓഫ് ഇൻഡിഗോ പ്ലാന്റേഴ്സ് എന്ന കൃതി അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ആഫ്റ്റർ റാം കിനു ദത്ത് wrote Manipur, a tragedy in 1893, nothing was published in Indian English drama in Bengal in the 19th century. അപ്പോഴത്തെ റാം കിനു ദത്തിൻ്റെ, അതും ദത്ത് ഫാമിലിയുടെ മെമ്പറാണ്, റാം കിനു ദത്തിൻ്റെ മണിപ്പൂർ എ ട്രാജഡി എന്ന കൃതിക്ക് ശേഷം പിന്നെ ബംഗാളിൽ നിന്ന് ഇന്ത്യൻ ഇംഗ്ലീഷ് ഡ്രാമ ആ നൂറ്റാണ്ടിലേ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. Also, the English theatre did not attract as many audiences as the local language theatres did. മറ്റൊരു പ്രശ്നം അതിൻ്റെ ഇന്ത്യൻ ഇംഗ്ലീഷ് തിയേറ്റർ, പൊതുവിൽ ഇന്ത്യയിലുള്ള ഇംഗ്ലീഷ് തിയേറ്റേഴ്സ് ഒന്നും തന്നെ സാധാരണ ലോക്കൽ ലാംഗ്വേജിലുള്ള നാടകങ്ങൾ കളിക്കുന്ന തിയേറ്റേഴ്സിൻ്റെ അത്രത്തോളം ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്തില്ല, ആകർഷിച്ചില്ല. ഓഡിയൻസിനെ അത്രത്തോളം ആകർഷിച്ചില്ല എന്നാണ് പറയുന്നത്. അതായത് അത്രത്തോളം ഓഡിയൻസ് അതിന് വന്നില്ല, കാണാൻ ആൾ വന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം. ഇംഗ്ലീഷ് നാടകങ്ങളൊന്നും കാണാൻ ആളുണ്ടായിരുന്നില്ല. എന്നാൽ പ്രാദേശിക ഭാഷയിലുള്ള തിയേറ്റേഴ്സിലുള്ള നാടകങ്ങൾ കാണാൻ ഇഷ്ടംപോലെ ആൾ വന്നു. ഓൾസോ ലൈക്ക് ഇൻ അതർ പാർട്സ് ഓഫ് ഇന്ത്യ, തിയേറ്റേഴ്സ് were established Indian English dramas in Bengal were more or less closet dramas. അതുപോലെ തന്നെ ഈ പുതിയ തിയേറ്റർ വന്ന എല്ലാ നാടുകളിലും ഉള്ളതുപോലെ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നത് പോലെ തന്നെ ബംഗാളി ഡ്രാമകളും, ബംഗാളിൽ നിന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഡ്രാമകളും ക്ലോസറ്റ് ഡ്രാമാസ് ആയിരുന്നു. അതായത് ഒരു റൂമിനുള്ളിൽ ഒതുങ്ങുന്ന ഡ്രാമാസ് ആയിരുന്നു എന്ന് പറയാം. ലേറ്റർ ഓൺ അരബിന്ദോ ഘോഷ്, രവീന്ദ്രനാഥ് ടാഗോർ ആൻഡ് ഹരീന്ദ്രനാഥ് ചട്ടോപാധ്യായ് പ്രൊഡ്യൂസ് സബ്സ്റ്റാൻഷ്യൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ഡ്രാമാസ് ഇൻ ബംഗാൾ. പിന്നീട് അരബിന്ദോ ഘോഷ്, രവീന്ദ്രനാഥ് ടാഗോർ, ഹരീന്ദ്രനാഥ് ചട്ടോപാധ്യായ് ഇവരാണ് മികച്ച നാടകങ്ങൾ പിന്നീട് എഴുതിയത്. അരബിന്ദോ ഘോഷ് റോട്ട് വേഴ്സ് ഡ്രാമാസ്, കാവ്യ നാടകങ്ങൾ, വേഴ്സ് ഡ്രാമാസ്, പദ്യനാടകങ്ങൾ അരബിന്ദോ ഘോഷ് എഴുതി. 1891, ബിറ്റ്വീൻ 1891 ആൻഡ് 1916, 2 വർഷങ്ങൾക്കിടയിൽ അദ്ദേഹം ഒരുപാട് പദ്യനാടകങ്ങൾ, അതായത് പദ്യരൂപത്തിലാണ് നാടകങ്ങൾ ഉണ്ടാകുക. ഹി റോട്ട് 5 കംപ്ലീറ്റ് ആൻഡ് 6 ഇൻകംപ്ലീറ്റ് വേഴ്സ് ഡ്രാമാസ്. 5 പൂർണ്ണമായും ഫിനിഷ് ചെയ്ത ഇത്തരത്തിലുള്ള പദ്യനാടകങ്ങൾ എഴുതി. 6 ഇൻകംപ്ലീറ്റ് ആണ്, അപൂർണങ്ങളുമാണ്, അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി എലിസബത്തൻ ഡ്രാമ. എലിസബത്തൻ നാടകങ്ങളാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചത്. എന്താ എലിസബത്തൻ ഡ്രാമ എന്ന് പറഞ്ഞാൽ, ക്വീൻ എലിസബത്തിൻ്റെ കാലത്ത് ഇംഗ്ലണ്ടിൽ, അല്ലെങ്കിൽ ക്വീൻ എലിസബത്തിൻ്റെ ആ നൂറ്റാണ്ടിൽ എന്ന് പറയുന്നത്, അതായത് റെനസാൻസ് കാലഘട്ടം, നവോത്ഥാന കാലഘട്ടത്തിൽ ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട നാടകങ്ങൾ, ഷേക്സ്പിയറിയൻ നാടകങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ ഈ നാടകങ്ങൾ, ഷേക്സ്പിയർ നാടകങ്ങൾ പ്രത്യേകത അതും പദ്യരൂപത്തിലാണല്ലോ, പദ്യരൂപത്തിലാണ് ഉള്ളത്. അതിലും മീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്, വൃത്തവും ഒക്കെ ഉണ്ട് ഷേക്സ്പിയറിൻ്റെ രചനകൾക്ക്, നാടകങ്ങൾക്ക്. അതുകൊണ്ട് നമുക്കത് അങ്ങനെ പറയാം, ആ ഒരു നാടകത്തിന് ഇൻഫ്ലുവൻസ് ആണെന്ന് വളരെ വ്യക്തമായിട്ട് പറയാം. അരബിന്ദോ ഘോഷ്, എ നാഷണലിസ്റ്റ്, റോട്ട് 6 incomplete and 5 complete verse dramas. The Witch of Ilni, A Dream of the Wonderlands, Achab and Esar, The Vices of Basora, A Dramatic Romance, Perseus, The Deliverer, Rodong, The Maid in the Mill, Love Shuffles the Cards, House of Brute, The Birth of Sin, Prince of Edur, Eric, A Dramatic Romance between 1912 and 1916, വസവദത്ത ബിറ്റ്വീൻ 1912 and 1916. ഇങ്ങനെ നിരവധി നാടകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്.
രവീന്ദ്രനാഥ് ടാഗോർ. അപ്പോൾ ഈ അരബിന്ദോയുടെ ഡ്രാമാസിൻ്റെ പേരൊന്ന് ഓർമ്മിച്ച് നോക്കണേ. കുറച്ചെണ്ണമെങ്കിലും ഓർമ്മിച്ച് നോക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. രവീന്ദ്രനാഥ് ടാഗോർ റോട്ട് ഓൺ യൂണിവേഴ്സൽ തീംസ്. ടാഗോറിൻ്റെ തീംസ് കുറച്ചും കൂടിയും സർവ്വവ്യാപിയായ തീംസാണ്. ലവ്, ഡെത്ത്, റിലിജ്യൻ, ഇതൊക്കെയായിരുന്നു. ഹി ഹിംസെൽഫ് ട്രാൻസ്ലേറ്റഡ് ഹിസ് ബംഗാളി പ്ലേസ് ഇൻ ടു ഇംഗ്ലീഷ്. അദ്ദേഹവും തൻ്റെ ബംഗാളി നാടകങ്ങൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. These included Chitra 1913, The Cycle of Spring 1917, Sacrifice and Other Plays, Red Oleanders and Natir Puja, The Court Dancers Worship, dramas like The Post Office, The Curse at Farewell, Natir Puja, Mukta Dhara, Chandalika and Devouring Love were translated by others. മറ്റുള്ളവർ തർജ്ജമ ചെയ്ത നാടകങ്ങളാണ് ലാസ്റ്റ് പറഞ്ഞത്. അടുത്തത് ഹരീന്ദ്രനാഥ് ചട്ടോപാധ്യായയുടെ നാടകങ്ങൾ. പ്ലേസ് ലൈക്ക് അബു ഹസൻ, പണ്ടാലിക്, സാക്കുബായ്, ജയദേവ, ചോക്കാമേള, ഏക്നാഥ്, റൈദാസ്, തുക്കാറാം, ഓൾ പബ്ലിഷ്ഡ് ഇൻ ഹിസ് പോയംസ് ആൻഡ് പ്ലേസ് 1925. പോയംസ് ആൻഡ് പ്ലേസ് എന്ന പുസ്തകത്തിലാണ് ഇതെല്ലാം ഉള്ളത്. സോഷ്യൽ ഡ്രാമാസ് which were included in his ഫൈവ് പ്ലേസ് എന്ന നാടക സമാഹാരത്തിലാണ് സോഷ്യൽ ഡ്രാമാസ് ഉൾപ്പെടുന്നത്, സാമൂഹ്യ നാടകങ്ങൾ. ദ വിൻഡോ, ദ പാരറ്റ്, ദ സെൻട്രീസ്, ലാൻറ്റേൺ, ദ കോഫിൻ ആൻഡ് ഈവനിങ് ലാമ്പ് dealt with social issues like poverty, rigid customs and so on. ദാരിദ്ര്യവും പിന്നെ വളരെ കർശനമായ ചില ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഈ നാടകങ്ങളുടെ പ്രതിപാദ്യം. സാമൂഹ്യ നാടകങ്ങളാണ്, സാമൂഹ്യ വിമർശനവും ഒക്കെയാണ് അതിലുള്ളത്. He also wrote A Sleeper Awakened, The Saint, A Farce, Kannappan or The Hunter of Kalahasti, and Siddhartha or The Man of Peace. ഇവയൊക്കെ അദ്ദേഹത്തിൻ്റെ മറ്റ് നാടകങ്ങളാണ്. In Mumbai, Sita chooses a husband by Vishnudas Bhave became the first Indian drama with an Indian theme. ഇന്ത്യൻ തീമുള്ള ഇന്ത്യൻ ഡ്രാമ ആദ്യത്തേതെന്ന് പറയാവുന്നത് സീത ചൂസസ് എ ഹസ്ബൻഡ് എന്നുള്ള നാടകമാണ് 1843 ബൈ വിഷ്ണുദാസ് ഭാവെ. ഭാവെ ഓൾസോ സ്ക്രിപ്റ്റഡ് കിങ് ഗോപിചന്ദ് ഇൻ 1853. കിങ് ഗോപിചന്ദ് എന്ന നാടകവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദ പാർസി നാടക് മണ്ഡലി ഒരു നാടക സമൂഹമാണ്, ഒരു ഓർഗനൈസേഷനാണ്. പാർസി നാടക് മണ്ഡലി, established in 1853 in Mumbai. Till 1869, many new Parsi theatre companies were founded. 1869 വരെ ഒരുപാട് പാർസി വിഭാഗത്തിൻ്റെ, പാർസി എന്ന് പറയുന്ന മതവിഭാഗമാണ്, അവരുടെ നാടക കമ്പനികൾ നിരവധിയായിട്ടുണ്ടായി. C.Z. Nazir's verse drama, The First Parsi Baronet, became the first recorded English play to be performed in Mumbai. ആദ്യമായിട്ട് മുംബൈയിൽ കളിച്ച ഇംഗ്ലീഷ് പ്ലേ എന്നുള്ള ഫസ്റ്റ് റെക്കോർഡ് ഇംഗ്ലീഷ് പ്ലേ എന്നുള്ള ബഹുമതി ഫസ്റ്റ് പാർസി ബാരോണറ്റിന് കിട്ടി. In 1857, The Elder Madhav Rao Peshwa was produced by Vinayak Kirtane, which criticized the colonizers-നെ വിമർശിച്ചുകൊണ്ട്, ബ്രിട്ടീഷുകാരെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു നാടകം ദി എൽഡർ മാധവ് റാവ് പേഷ്വ. അത് എഴുതിയിരിക്കുന്ന വിനായക് കിർത്താനിയാണ്. ദ ട്രയൽ ഓഫ് ഗൈക്വാർ, written anonymously in 1875, Bengali writer ദീനബന്ധു മിത്രാസ് ദ മിറർ ഓഫ് ഇൻഡിഗോ പ്ലാന്റേഴ്സ്, നേരത്തെ നമ്മൾ പരാമർശിച്ചു അത്. സുരേന്ദ്ര ആൻഡ് ബിനോദിനി ബൈ ഉപേന്ദ്രനാഥ് ദാസ് ഹാഡ് എ നാഷണലിസ്റ്റിക് ടോൺ ടു ഇറ്റ്. ഒരു നമ്മുടെ ദേശീയതയുമായി ബന്ധപ്പെട്ട നാടകങ്ങൾ, അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുള്ള നാടകങ്ങളായിരുന്നു ഇവ. ഇൻഡിഗോ പ്ലാന്റേഴ്സ്, അതുപോലെ തന്നെ സുരേന്ദ്ര ആൻഡ് ബിനോദിനി എന്നീ നാടകങ്ങൾ. ദി ഇന്ത്യൻ ഹീറോയിൻ ബൈ ദോഷഭായ് നസർവാഞ്ചി വാഡിയ, ദ ട്രാജഡി ഓഫ് നീറോ ബൈ K.H. ദസ്തൂർ, ഡോളി പേഴ്സൺ ബൈ പെറോസ് P. Meherji, and Hector and Prince of Troy were some of the Indian English plays written in pre-independence period in Maharashtra. മഹാരാഷ്ട്രയിൽ ബോംബെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതപ്പെട്ട മറ്റ് നാടകങ്ങളാണിവ. സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ.
In 1857, the Madras Dramatic Society was founded. Underline. മദ്രാസിലും ഒരു നാടക സമൂഹം, ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത് ഈ കാലഘട്ടത്തിലാണ്. അതിൻ്റെ പേരാണ് മദ്രാസ് ഡ്രമാറ്റിക് സൊസൈറ്റി, മദ്രാസ് നാടക സംഘം. ദി ഓറിയന്റൽ ഡ്രാമ ക്ലബ് വാസ് ഫൗണ്ടഡ് ഇൻ 1882. മറ്റൊരു നാടക സംഘത്തിൻ്റെ പേരാണ് ഓറിയന്റൽ ഡ്രാമ ക്ലബ്. 1882-ലാണത്. ഓൾമോസ്റ്റ് 30 വർഷത്തോളം കഴിഞ്ഞിട്ട്. Krishnamachari of Bellary established the സരസ വിനോദിനി സഭ in 1895. മറ്റൊരു സംഘത്തിൻ്റെ പേരാണ് സരസ വിനോദിനി സഭ. കൃഷ്ണമാചാരി ആണത് സ്ഥാപിച്ചത്. Urjun Singh of or The Princess Regained and Lord Likely by P.V. Ramaswamy Raju. Dasharatha or The Fatal Promise, a Tragedy by M. Krishnamacharya Harishchandra, or The Martyr to Truth by A. Srinivasacharya. Lord Clive, a drama in 5 acts by T. S. Krishna Iyer. Noor Jahan, a play in 5 acts, and Satya or The Altar of Love by T. B. Krishnaswamy Harishchandra, an allegorical drama, and Draupadi by K. S. Ramaswamy Shastri. Nala and Damayanti by Vasudeva Rao were some of the major plays written and performed in the pre-independence period. ഇവയൊക്കെ തന്നെ പ്രീ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് മുൻപ് കളിച്ച കുറച്ച് പ്രധാനപ്പെട്ട നാടകങ്ങളുടെ പേരുകളാണ്. വെമ്പാക്കം വി ശ്രീനിവാസ് അയ്യങ്കാർ wrote prolifically during this period. അദ്ദേഹവും മറ്റൊരു പ്രധാനപ്പെട്ട നാടകൃത്താണ്. പ്രൊലിഫിക്കലി എന്ന് പറഞ്ഞാൽ ധാരാളമായി എഴുതിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളുടെ പേരുകൾ ബ്ലെസ്ഡ് ഇൻ എ വൈഫ്, ആൻ ഇന്ത്യൻ സൊസൈറ്റി, ഡ്രാമ ഇൻ ഇംഗ്ലീഷ് in 3 acts, Vichu's Wife, a little comic play in 2 scenes, The Surgeon General's Prescription, a play in 1 scene, The Point of View, a drama in 3 acts, The Bricks Between, and At Any Cost. ഇവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ. In the Church of the Devil and Trial of Science for the Murder of Humanity by A. S. Pancha Pakesa Iyer. The Prince of Destiny by Sharat Kumar Ghosh. Caliph for a Day, Bharata by Kedarnath Das Gupta, and Laila Majnu by Dhan Gopal Mukhopadhyaya were plays written during the pre-independence period. മറ്റ് നാടകങ്ങളുടെ പേരുകളാണ്. Acclaimed Kannada writer Kailasam also wrote during this period. കന്നഡ എഴുത്തുകാരനായ കൈലാസം. He was known as the king of farce. ഫാർസിൻ്റെ കിങ്. ഫാർസ് എന്ന് പറഞ്ഞാൽ ലോ ലെവൽ കോമിക്കാണ്. അതായത് സ്ലാപ്സ്റ്റിക് എന്നൊക്കെ പറയുന്ന പോലെ, സ്ലാപ്സ്റ്റിക് ജോക്സ് എന്നൊക്കെ പറയാറില്ലേ, അതായത് നമ്മളൊരു സിനിമയിലൊക്കെ കാണുന്ന പോലെ തെന്നി വീഴുമ്പോൾ നമ്മൾ ചിരി വരുന്ന രംഗങ്ങൾ, ഓടി വരുമ്പോൾ ഒരാൾ പഴത്തൊലി ചവിട്ടി തെന്നി വീഴുക, അങ്ങനെയുള്ള കുറച്ച് ഓവറായിട്ടുള്ള ഒരു കോമഡിയാണ് ഫാർസ് എന്ന് പറയുന്നത്. അപ്പോൾ കൈലാസം ഇതിന് പേരുകേട്ട വ്യക്തിയായിരുന്നു. കർണ ഓർ ദ ബ്രാഹ്മിൻസ് കേഴ്സ്, ഫുൾഫിൽമെന്റ്, ദ ബർഡൻ, എ മോണോലോഗ്, ഡോണ്ട് ക്രൈ, ആൻഡ് കീച്ചക്ക were written by him. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളാണ്. അണ്ടർലൈൻ ചെയ്ത് ഓർമ്മിക്കുക. Other Indian English dramatists during this period were Tyagaraja Paramashiva Kailasam, Joseph Matthias Lobo Prabhu, and Bharati Sarabhai. Underline ചെയ്യുക പേരുകൾ. The anonymously published Death or Dishonor by is the only known Indian English drama from the northern part of India. ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് നിന്ന് വന്ന ഒരു ഡ്രാമ ഇതായിരുന്നു ഡെത്ത് എന്ന ഡ്രാമ. ഇത് അനോണിമസ്ലിയാണ്, ആരെഴുതിയെന്ന് അറിയില്ല, അനോണിമസ്ലിയാണ് പബ്ലിഷ് ആയത്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡ്രാമയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇന്ത്യ ബിക്കെയിം പൊളിറ്റിക്കലി ഇൻഡിപെൻഡൻറ്റ് ഇൻ ഓഗസ്റ്റ് 1947. രാഷ്ട്രീയ സ്വാതന്ത്ര്യം നമ്മൾ നേടുന്നത് 47-ലാണല്ലോ. ആൻഡ് വിത്ത് ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ ഇംഗ്ലീഷ് ഡ്രാമ ഓൾസോ സ്റ്റാർട്ടഡ് ടു പെർഫോം ഓൺ ഡെയറിങ് തീംസ്. വളരെ ധൈര്യമുള്ള തീംസ് എടുക്കാൻ തുടങ്ങി സ്വാതന്ത്ര്യത്തിന് ശേഷം. ദോ സം ഇന്ത്യൻ ഇംഗ്ലീഷ് പ്ലേ റൈറ്റ്സ് were successful in the West, they could not make substantial success immediately post independence.
സ്വാതന്ത്ര്യത്തിന് ശേഷം ചില നാടകകൃത്തുക്കൾ വിദേശ നാടകം എഴുതുകയും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും വലിയ വിജയമാവാൻ അവർക്ക് സാധിച്ചില്ല. The regional language theatres monopolized support drama received post-independence. റീജിയണൽ ലാംഗ്വേജ് തിയേറ്റേഴ്സിനാണ് കൂടുതലും നാടകങ്ങൾ ചെയ്യുന്നതിൽ ജനങ്ങളുടെ പിന്തുണ ലഭിച്ചത്, അതായത് പ്രാദേശിക ഭാഷകളിൽ. ഗോവിന്ദ് ദാസ്, വിഷ്ണുദാസ് ദേശാനി, ലഖാൻ ദേബ്, നിസിം എസിക്കിയൽ, ഹബീബ് തൻവീർ, ഉത്പൽ ദത്ത്, ദീന മേത്ത, ആസിഫ് കരീംബോയ്, ബാദൽ സർക്കാർ, വിജയ് ടെണ്ടുൽക്കർ, ഗിരീഷ് കർണാട്, ഗുർചരൺ ദാസ്, പേരുകളെല്ലാം ഓർമ്മിച്ച് നോക്കണേ. പ്രതാപ് ശർമ്മ, മഞ്ജുല പത്മനാഭൻ, ആമിർ റാസ, ഹുസൈൻ, സൈറസ് മിസ്ത്രി, മഹേഷ് ദത്താനി and Mahashweta Devi are some of the post-independence Indian English dramatists. Among these writers, some do not necessarily write in English. Their works have been translated into English. ചിലർ ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല, എന്നാൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്ത്യൻ ഇംഗ്ലീഷ് നാടകകൃത്തുക്കൾ അറിയപ്പെടുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം എല്ലാവരും പേരുകൾ പഠിച്ചു വെക്കണം. എന്നെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് ഡ്രാമാറ്റിസ്റ്റിൻ്റെ പേര് പറയുന്നത് വെച്ചാൽ പറയാൻ പറ്റണ്ടേ? അതുകൊണ്ട് during the first 5-year plan, drama was perceived as an effective means to communicate with the public. Hence, universities started departments for drama training. Institutes were started in many places, and the National School of Drama was established in Delhi under line. ഗവൺമെൻറ്റിൻ്റെ പഞ്ചവത്സര പദ്ധതിയിൽ അതിൻ്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നാടകം നല്ലൊരു മെത്തേഡാണ്, ഒരു മീഡിയമാണെന്ന് സർക്കാർ ഉൾപ്പെടെ തിരിച്ചറിഞ്ഞു. ഫലമോ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഡ്രാമ ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, ഇങ്ങനെയൊക്കെ സ്ഥാപനങ്ങളും വന്നു. In 1954, the Sangeet Natak Academy initiated the National Drama Festival. നാഷണൽ ഡ്രാമ ഫെസ്റ്റിവൽ തുടങ്ങി വെച്ചു 54-ലെ സംഗീത നാടക അക്കാദമി. പക്ഷേ ഈ എല്ലാ നീക്കങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്, ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യലായത്, ലാഭകരമായത്, അംഗീകാരങ്ങൾ നേടിക്കൊടുത്തത് മുഴുവനും, ഇതിൻ്റെ മൊത്തം പ്രയോജനം കിട്ടിയത് മുഴുവനും റീജിയണൽ തിയേറ്ററിനാണ്, പ്രാദേശിക ഭാഷാ നാടക വേദിക്കാണ്. ഇംഗ്ലീഷ് നാടക വേദിക്കല്ല. ഇന്ത്യൻ ഇംഗ്ലീഷ് നാടകങ്ങൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ലിമിറ്റഡായിപ്പോയി, ചുരുങ്ങിപ്പോയി. നമുക്ക് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിനൊക്കെ കിട്ടുന്ന ആ വലിയ ഒരു ഗ്ലാമർ ഇന്ത്യൻ ഇംഗ്ലീഷ് ഡ്രാമയ്ക്ക് ഇല്ല എന്ന് തന്നെ പറയാം. Govind Vishnudas Desani was a Buddhist philosopher who wrote plays like All About H. Hatter and Hali. Hali was his most celebrated play, which was an allegory about the human search for truth and identity. ഇപ്പോൾ വിഷ്ണുദാസ് ദേശാനിയുടെ നാടകങ്ങൾ, പ്രത്യേകിച്ച് ഹാലി എന്ന നാടകം, മനുഷ്യൻ്റെ അന്വേഷണത്തെക്കുറിച്ചുള്ളൊരു നാടകമാണ്. സത്യാന്വേഷണത്തെക്കുറിച്ചുള്ള, മനുഷ്യൻ അവൻ്റെ സ്വത്വത്തെ, ഐഡൻറ്റിറ്റി അന്വേഷിക്കുന്നതിൻ്റെ നാടകം, അതിൻ്റെ ഒരു കഥയാണ് ആ നാടകം. വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു നാടകമാണ്. Habib Tanvir, who was a trained actor and director, is known for his plays like Charan Das Chor, Broken Bridge, Agra Bazaar, and The King's Blood. Lakhan Deb wrote 3 blank verse dramas titled Tiger Claw, Vivekananda, and Murder at the Prayer Meeting. ഇത് 2 പ്ലേസിൻ്റെ പേര് ഓർമ്മിക്കുക. തൻവീറിൻ്റെ പ്ലേസും അതുപോലെ തന്നെ ലഖൻ ദേബിൻ്റെ പ്ലേസും. ഇനി അടുത്ത നിസിം എസിക്കീലിൻ്റെ പ്ലേസ്, who was an English teacher, wrote plays like Nalini, a comedy, marriage poem, a tragic comedy, Song of Deprivation, The Sleepwalkers, an Indo-American farce, and Don't Call It Suicide. ഇവയൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. He wrote personal and social plays. വ്യക്തിപരവും സാമൂഹികവുമായ വിഷയങ്ങളാണ് അദ്ദേഹം നാടകത്തിനെടുത്തത്. ആസിഫ് കരീംബോയുടെ നാടകങ്ങൾ അദ്ദേഹം സോഷ്യോ പൊളിറ്റിക്കൽ പ്ലേസ് എഴുതിയത്, സാമൂഹികവും രാഷ്ട്രീയ വിഷയങ്ങളുമാണ് എടുത്തത്. ദ ടൂറിസ്റ്റ് മെക്ക, ദ ക്ലോക്ക്, ദ ഹംഗ്രി വൺസ്, ദ ഡോൾ ഡ്രമേഴ്സ്, ദ ഡം ഡാൻസേഴ്സ്, ദ ക്യാപ്റ്റീവ്, ഗോവ, മൺസൂൺ, an experiment with truth, ഇൻകുലാബ്, Darjeeling Tea, The Refugee, Om Mane Padme Hum,
Sonar Bangla, The Miracle Seed, and The Dissident MLA are some of his plays. Pratap Sharma, who wrote plays like A Touch of Brightness and The Professor Has Watery, was accused of creating plays with sensational elements like red light streets, slums, and corruption to attract the attention of foreigners. ഇന്ത്യയിലെ കറപ്ഷനെക്കുറിച്ചും ഇന്ത്യയിലെ ചുവന്ന തെരുവുകളെക്കുറിച്ചും അഴിമതികളെക്കുറിച്ചും പിന്നെ ചേരി പ്രദേശങ്ങളെക്കുറിച്ചൊക്കെയാണ് എഴുതിയത്. വിദേശികൾ വായിക്കാൻ വേണ്ടിയാണ് അതൊക്കെ എഴുതിയത്, വിദേശികളെ അട്രാക്ട് ചെയ്യാൻ ഇങ്ങനെയൊക്കെ എഴുതുന്നത് എന്നൊരു ആരോപണം അദ്ദേഹത്തിനെതിരായിട്ട് വന്നു. ബട്ട് ദ സബ്ജക്ട്സ് ഹി ചോസ് ടു റൈറ്റ് ഓൺ വെ ബോൾഡ്. പക്ഷെ അദ്ദേഹം എഴുതാനെടുത്ത എല്ലാ വിഷയങ്ങളും ബോൾഡ് വിഷയങ്ങളായിരുന്നു, പെട്ടെന്ന് ശ്രദ്ധയാകർഷിക്കും, അതേപോലെ തന്നെ വളരെയധികം സങ്കീർണമായ വിഷയങ്ങളുമായിരുന്നു. ആൻഡ് ഹിസ് പ്ലേ എ ടച്ച് ഓഫ് ബ്രൈറ്റ്നസ് വാസ് ബാൻഡ് ഫോർ എ ലോങ് ടൈം ഇൻ ബോംബെ. എ ടച്ച് ഓഫ് ബ്രൈറ്റ്നസ് എന്ന നാടകം ബോംബെയിൽ ബാൻ ചെയ്തു കുറേ നാളത്തേക്ക്. ഗിരീഷ് കർണാഡ്, who was a Kannada director and playwright, translated his own plays. ഗിരീഷ് കർണാഡ് വളരെ പ്രശസ്തനായ നാടകകൃത്താണ്. അദ്ദേഹം കന്നഡ സംവിധായകനും നാടകകൃത്തുമാണ്. അദ്ദേഹം സ്വന്തം നാടകങ്ങൾ തർജ്ജമ ചെയ്തു. തുഗ്ലക് ആൻഡ് ഹയവധന ഇൻ ടു ഇംഗ്ലീഷ്. ഇതാണ് അദ്ദേഹത്തിന് 2 നാടകങ്ങൾ ഓർമ്മിച്ചു കണ്ടലൈൻ ചെയ്യാം. While the former play was about the life of Muhammad bin Tughlaq, who was a sultan of Delhi in 14th century, ഡൽഹി സുൽത്താനായിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ചുള്ളതാണ് ഒന്നാമത്തെ കൃതി, തുഗ്ലക്ക് എന്ന കൃതി. രണ്ടാമത്തെ കൃതിയാകട്ടെ ബേസ്ഡ് ഓൺ തോമസ് മൻസ് വേർഷൻ ഓഫ് ദി ആൻഷ്യന്റ് കഥാസരിത് സാഗര കോൾഡ് ദ ട്രാൻസ്പോസ്ഡ് ഹെഡ്സ്. പ്രധാനപ്പെട്ട തോമസ് മൻ്റെ ഒരു തർജ്ജമയായിരുന്നു കഥാസരിത് സാഗരത്തിൻ്റെ, അതിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു കഥയാണ് ദ ട്രാൻസ്പോസ്ഡ് ഹെഡ്സ് എന്ന കഥയുടെ ഒരു നാടകാവിഷ്കാരമാണ് ഹയവദന എന്നുള്ളത്. തല മാറ്റി വെക്കുന്ന ഒരു കഥയുടെ തൻ്റെ രൂപമാണ് അദ്ദേഹം സ്വന്തം രീതിയിൽ കർണാടക അതിനെ എഴുതുകയാണ്, നാടകമാക്കിയതാണ്. B.S. Mardhekar's Prometheus Rebound, V.D. Trivedi's My Forest, M.V. Rama Sharma's The Carnival, Shakuntala and Mahatma, K.S. Ragappa's Gandhiji's Sadhana, Dilip Heroes, To Anchor a Cloud, Shiv K. Kumar's The Last Wedding Anniversary, and Manohar Malgonkar's Line of Mars are some of the plays written during this period. So അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പെട്ടെന്ന് വന്ന കുറച്ച് കൃതികൾ ഇവയാണ്. ഇനി അടുത്ത സ്ത്രീ റൈറ്റേഴ്സിലും ഇവിടെ പ്രാധാന്യമുണ്ട്. Women dramatists writing in Indian English are very few in number. Considering the way in which patriarchal Indian society has been isolating and excluding women from public engagements and spaces, the drama being a performance art presented in public spaces, it is no surprise that there are only a handful of women playwrights. ഇപ്പോൾ ഇന്ത്യൻ സൊസൈറ്റി പൊതുവിൽ പാട്രിയാർക്കലാണ്, പുരുഷ കേന്ദ്രീകൃതമാണ്, പുരുഷ മേൽക്കോയ്മയുള്ള സമൂഹമാണ്. അതുകൊണ്ട് ഇത്തരം അവസരങ്ങൾ സ്ത്രീകൾക്ക് വെച്ച് നീട്ടപ്പെടുന്നില്ല. 2, നാടകം പൊതുവേദിയിൽ അരങ്ങേറുന്ന ഒരു കലാരൂപമാണ്. പൊതുവേദികളിൽ സ്ത്രീകൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് സ്വയം പ്രദർശിപ്പിക്കുക, നാടകത്തിലൂടെ ഒരു കലാരൂപത്തിൻ്റെ ഭാഗമാകുക, അതുകൊണ്ട് എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് അത്ഭുതമൊന്നുമില്ല സ്ത്രീകൾ വളരെ കുറവാണ് ഈ മേഖലയിൽ എന്നുള്ളതിൽ. Until the 19th century, women were not even allowed to be performers or actors. 19ാം നൂറ്റാണ്ട് വരെ സ്ത്രീകൾക്ക് നടന്മാരായിട്ടോ നടിമാരായിട്ടോ അവതരിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ സ്ത്രീകൾ നടന്മാരാവില്ലല്ലോ അല്ലേ, സ്ത്രീകൾ നടിമാരാവുകയാണ്. സ്ത്രീകൾ നടിമാരായിട്ട് ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. Hence, Indian women writers preferred novels as a genre to write. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്ത്രീ എഴുത്തുകാരെ നോവലുകളെയാണ് തങ്ങളുടെ രചനാ മീഡിയമായിട്ട്, എഴുതാനുള്ള മീഡിയമായിട്ട് ഉപയോഗിച്ചത്. നോവലുകളാണ് അവർ ഉപയോഗിച്ചത്. അതായത് നാടകങ്ങൾ എഴുതാനൊന്നും പറ്റുന്നില്ല, അവസരങ്ങളിൽ എഴുതിയിട്ട് കാര്യമില്ല, അത് അവതരിപ്പിക്കണമെങ്കിൽ, സംവിധാനം ചെയ്യണമെങ്കിൽ, അതിലേക്ക് അഭിനയിക്കണമെങ്കിൽ ഒന്നും നമുക്ക് അവസരമില്ല. അപ്പോൾ എന്ത് ചെയ്യും, നോവലുകൾ എഴുതാന്നുള്ള രീതിയിൽ ഇന്ത്യൻ നോവലുകളാണ് കൂടുതൽ സ്ത്രീകൾക്ക് അവസരം ലഭിച്ചത്. ദ പ്ലേസ് ഓഫ് വിമൻ റൈറ്റേഴ്സ് ബൈ ദ മിഡ് 20th century, വിമൻ റൈറ്റേഴ്സ് എൻറ്റർഡ് ദ സീൻ. സ്ത്രീ റൈറ്റേഴ്സ് ഈ സീനിലേക്ക് പ്രവേശിക്കുന്നത് 20ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടിയാണ്, മിഡ് 20th centuryയോടുകൂടിയാണ്.
The place of women writers could only be understood along with the women's movements in the background. സ്ത്രീ എഴുത്തുകാരെ അവരുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ പിന്നാമ്പുറങ്ങളിൽ നടന്ന സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെയും മനസ്സിലാക്കണം. A large number of women became visible in public spaces during the nationalist movement, especially with the emergence of Gandhi as a major figure. ഗാന്ധി ഒരു പ്രധാന വ്യക്തിത്വമായി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഒരുപാട് സ്ത്രീകളുടെ സാന്നിധ്യം ഈ മേഖലയിൽ കാണാൻ തുടങ്ങിയത്. അതായത് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സ്ത്രീകൾ ഒരുപാട് വരാൻ വേണ്ടി തുടങ്ങിയത്. ഗാന്ധി believed and propagated that women and men are equal partners, like the Ardhanarishwara concept. ഗാന്ധിയാണ് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് തുല്യ സ്ഥാനം എന്നുള്ള ആശയം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത്, അർദ്ധനാരീശ്വര സങ്കല്പം പോലെ. In 1921, the National Council of Women and 1927, All India Women's Conference protested against the subjugation of women. സ്ത്രീകളുടെ അടിച്ചമർത്തലിനെതിരായിട്ട് രണ്ട് സംഘടനകൾ പ്രതിഷേധിച്ചിരുന്നു ഈ കാലത്ത്. വിമൻ ഗോട്ട് ദ റൈറ്റ് ടു വോട്ട് ഇൻ കൊച്ചിൻ ആൻഡ് ട്രാവൻകോർ 1920. 1920 കൊച്ചിയിലും തിരുവിതാംകൂറിലും സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചു. സിൻസ് ഇൻഡിപെൻഡൻസ് മെനി ലോസ് ഹവ് ബീൻ പാസ്ഡ് ടു എൻഷുർ ദ റൈറ്റ്സ് ഓഫ് വിമൻ. സ്വാതന്ത്ര്യത്തിന് ശേഷം സ്ത്രീകളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടി നിരവധി നിയമങ്ങൾ കൊണ്ടുവന്നു. The beginning of street theatre as a means to engage with the public and the performance of plays with strong ideological content in them. Both men and women participate in scripting and other processes of drama productions. സ്ട്രീറ്റ് തിയേറ്ററിൻ്റെ തുടക്കവും ഈ ഒരു കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അത് വളരെയധികം വളർന്നു വലുതായി. കാരണം അതിലൊരുപാട് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ. By the 1960s, feminist theatre had emerged as a result of the interaction between ongoing feminist movements and experimental theatre practices. 60-കളാകുമ്പോഴേക്ക് സ്ത്രീപക്ഷ നാടകവേദികൾ സജീവമായി, ഫെമിനിസ്റ്റ് തിയേറ്റർ. By the mid-1970s, during post-emergency period, the feminist movement and women writers of all genres had responded to the social and political turmoil in the country. 70-കളുടെ പകുതി, അതായത് 75-ന് ശേഷം ഈ പറയുന്ന എമർജൻസി കാലഘട്ടം ഉണ്ടല്ലോ, അതിന് ശേഷം ഒരുപാട് സ്ത്രീ എഴുത്തുകാർ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടാൻ വേണ്ടി ആരംഭിക്കുന്നുണ്ട്. വിമൻസ് ഇഷ്യൂസ് ഹാഡ് എൻറ്റേർഡ് തിയേറ്റർ സീൻ വൈഡ്ലി ബൈ ദി എൻഡ് ഓഫ് ദി 1980s. 80-കളുടെ അവസാനമാകുമ്പോഴത്തേക്ക് സ്ത്രീ വിഷയങ്ങൾ നാടകത്തിലേക്ക് കൂടുതലായി ചർച്ച ചെയ്യപ്പെടും. നാടകത്തിൻ്റെ ഭാഗമായി നാടകത്തിൻ്റെ പ്രധാന തീമൊക്കെ ആയിട്ട് വരാൻ തുടങ്ങി. Feminist theatres took to performing on the agendas of the feminist movements of the time, and they widely experimented with the form. Most of the time, writing and mounting a play became a political endeavor. ഇപ്പോൾ സ്ത്രീപക്ഷ എഴുത്തുകാർ അവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഒരു നാടകം എഴുതുക, അവതരിപ്പിക്കുക എന്നൊക്കെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം പോലെയായി മാറി എന്ന് പറയാം. മോസ്റ്റ് ഓഫ് ദ ടൈം writing became, or making a play became, political endeavor. These plays questioned the patriarchal and orthodox oppressive system in which women were subjugated. പുരുഷ കേന്ദ്രീകൃതമായ, പാട്രിയാർക്കൽ എന്ന് പറഞ്ഞാൽ പുരുഷ കേന്ദ്രീകൃതമായ, ഓർത്തഡോക്സ് യഥാസ്ഥിതികമായിട്ടുള്ള അടിച്ചമർത്തുന്ന വ്യവസ്ഥിതികളെ സ്ത്രീകൾ ചോദ്യം ചെയ്തു നാടകത്തിലൂടെ. വിമൻ പ്ലേ റൈറ്റ്സ് ലൈക്ക് ഇപ്ഷിത ചന്ദ്ര, ചമ അഹൂജ, ഉഷ ഗംഗൂലി, നീലം മാൻസിംഗ് ചൗധരി, ലക്ഷ്മി ചന്ദ്ര, ദീന മെഹ്ത്ത, ഇവരൊക്കെ സ്ത്രീ എഴുത്തുകാരാണ്. ഇവരുടെ പേരുകൾ ഓർമ്മിച്ചു വെക്കണം. പ്രത്യേകമായിട്ട് ഇവരുടെ പേരുകൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതാൻ പറ്റണം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പേരുകൾ ഓർമ്മിക്കുക. റാണി ബൽബീർ കൗർ, മഞ്ജുള പത്മനാഭൻ, ബി ജയശ്രീ, എസ് മാലതി, ഗൗരി ദത്തു, ജെ ശൈലജ, അമൽ അലാന, ഷീല ഭാട്ടിയ, അരുന്ധതി രാജെ, അനുരാധ കപൂർ, Poil Sengupta, Gitanjali Sri, Shanta Gandhi, and Nadra Babbar were actively writing and producing plays. Also, with these developments, theatre critics like Vasudha Dalmia, Deepa Gehlot, Maya Pandit, Kriti Jain, and Aparna Dharwadkar emerged. നാടക നിരൂപകരും ഇക്കാലത്ത് ഉയർന്നു വന്നു. അവരുടെ പേരുകൾ വസുധ ഡാൽമിയ, ദീപ ഗെഹ്ലോട്ട്, മായ പണ്ഡിറ്റ്, കൃതി ജെയിൻ, അപർണ ധാർവാഡ്കർ നാടക നിരൂപകരാണ്. തിയേറ്റർ ക്രിട്ടിക്സ് ആണ്. അണ്ടർലൈൻ ചെയ്ത് വെച്ച് ബൈഹാർട്ട് പഠിച്ചു വെക്കുക. കാരണം എക്സാമിന് ആവശ്യം വരും, നമുക്ക് പിന്നീട് ആവശ്യം വരും ലൈഫിൽ. നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആവശ്യം വരുന്ന മേഖലകളാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുമാണ്. നാടകകൃത്തുക്കളെ പോലെ തന്നെ നാടക നിരൂപകർക്കും വലിയ സ്വാധീനമുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്.
ഇന്ത്യൻ ഇംഗ്ലീഷ് വിമൻ പ്ലേ റൈറ്റ്സ് റോട്ട് ഓൺ മിത്സ്, ഐതിഹ്യങ്ങളെക്കുറിച്ച് ഇവർ എഴുതി. ജെൻഡർ ഇഷ്യൂസ് എഴുതി. വിമൻസ് റിലേഷൻഷിപ്പ് വിത്ത് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്സ്, മോഡേണിറ്റി, കോംപ്ലക്സിറ്റീസ് ഇൻ മാൻ വുമൻ റിലേഷൻഷിപ്പ് ആൻഡ് സെക്ഷുവാലിറ്റി, ഇതൊക്കെ ഇവരുടെ മേജർ തീംസ് ആയിരുന്നു സ്ത്രീ എഴുത്തുകാരുടെ. വിമൻ പ്ലേ റൈറ്റ്സ് എക്സ്പെരിമെൻറ്റഡ് വിത്ത് ദ നറേറ്റീവ് സ്ട്രക്ചർ ആൻഡ് ഫോം of drama, undermining the classical understanding that a play should trace the evolution of a single protagonist. നാടകങ്ങളുടെ പാരമ്പര്യ സ്ട്രക്ചറിൽ നിന്ന് വിഭിന്നമായിട്ട് വ്യത്യസ്തത കൊണ്ടുവരാൻ പരീക്ഷണാത്മക നാടകങ്ങൾ എഴുതുന്നതിന് വേണ്ടി സ്ത്രീ എഴുത്തുകാർ ശ്രമിച്ചു. പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് നിരവധി വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു പാരമ്പര്യമാണ് ഒരു നാടകത്തിൽ ഒരു പ്രധാന കഥാപാത്രം എന്നത്. എന്നാൽ അതിനെ പോലും പൊളിച്ചെഴുതിക്കൊണ്ട് നിരവധി പ്രധാന കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു ശൈലി കൊണ്ടുവന്നു. അങ്ങനെ പരീക്ഷണാത്മക നാടകങ്ങൾ എക്സ്പെരിമെൻ്റൽ പ്ലേസ് ഇവരെഴുതി. They wrote plays focusing on multiple female characters, focusing on the feminist idea of sisterhood. സിസ്റ്റർഹുഡ് എന്ന ഫെമിനിസ്റ്റ് ആശയം, ലോകത്തിലെ എല്ലാ സ്ത്രീകളും സഹോദരിമാരാണെന്ന ആശയം, അതുപോലെയുള്ള ആശയങ്ങളെ പ്രചരിപ്പിച്ചു നാടകങ്ങളിലൂടെ. ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ് were brought into place. ആത്മകഥാംശം നാടകങ്ങളിലേക്ക് കൊണ്ടുവന്നു. ലൈക്ക് ഫോർ എക്സാമ്പിൾ Antaryaatra by Usha Ganguly and Smriti Chitre by Pratima Kulkarni. ആത്മകഥാംശമുള്ള നാടകങ്ങളുടെ ഉദാഹരണം സ്നേഹലത റെഡ്ഡീസ് സീത, ഉമാ പരമേശ്വരൻസ് സൺസ് മസ്റ്റ് ഡൈ, മീര സീതാസ് പ്രോമിസ് ആൻഡ് റൂട്ട്ലെസ് ബട്ട് ഗ്രീൻ ആർ ദ ബുള്ളിവാർഡ് ട്രീസ്, ഗൗരി Ramanarayan's Dark Horse, Flame of the Forest, Rural Fantasy, Water Lilies, Peacock Blue, Speaking of Shivani, Yashodhara, Through Sita's Eyes, Mathematician, Mallika Sarabhai's Shakti, The Power of Women, In Search of Goddess, Sita's Daughter, Manjula Padmanabhan's Lights Out, Hidden Fires, The Artist, Sextet, Harvest, Dina Mehta's Brides Are Not for Burning, Getting Away with Murder, Poil Sengupta's Mangalam, Good Heavens, One Act Plays for Children, കുട്ടികൾക്ക് വേണ്ടി ഏകാംഗ നാടകങ്ങളാണ്. Inner Law, Samara's Song, Nina's Kodajis, Insomnia, Strangers and Damage, Annie Zaidi's Name, Plays, Animal Thing, and so many songs, Ayesha Menon's adaptations of the Kairothi trilogy and Q&A feature film, The White Elephant, Drama Pereira's Bakery at 76 Chapel Road, Airavati Karnika's Satellite City, Deepika Arvind's Nobody Sleeps Alone, and Anupama Chandrasekhar's Free Outgoing, Disconnect, Bay Sea Ocean are some of the plays scripted by women playwrights. ഇവയൊക്കെ തന്നെ സ്ത്രീ എഴുത്തുകാരുടെ നാടകങ്ങളാണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് ഓർത്തു വെക്കുക. ഇത്രയുമാണ് ഇവിടെ പ്രധാനപ്പെട്ട ആശയങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പം നാടകത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഇന്ത്യൻ ഇംഗ്ലീഷ് ഡ്രാമ ചിന്തിക്കുമ്പോൾ രണ്ട് കാലഘട്ടം നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരണം. ഒന്ന് പ്രീ ഇൻഡിപെൻഡൻസിന് മുൻപ് വരെ 47 വരെയുള്ള കാലഘട്ടത്തിലുണ്ടായ നാടകങ്ങൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ബോംബെ, കാൽക്കട്ട, മദ്രാസ് ഇവിടെയൊക്കെ നാടകശാലകൾ, തിയേറ്റേഴ്സ് were established by the British and they played British plays in those theatres. Gradually Indians also built theatres and they staged English plays തന്നെയാണ് ആദ്യമായിട്ട് കളിച്ചതൊക്കെ. Gradually what happened was Indians started writing plays in English language. We call them Indian English plays. ആദ്യമായിട്ട് എഴുതിയ ആ നാടകത്തിൻ്റെ പേര് ഓർമ്മിക്കുക, ദ പെർസിക്യൂട്ടഡ് അല്ലേ, ഡ്രമാറ്റിക് സീൻസ് ഇലസ്ട്രേറ്റീവ് ഓഫ് ദ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ഹിന്ദു സൊസൈറ്റി ഇൻ കാൽക്കട്ട എന്ന നാടകം. അപ്പോൾ ഇതുപോലെ പിന്നീട് എല്ലായിടത്തും നാടകങ്ങൾ ഇന്ത്യൻസ് എഴുതാൻ വേണ്ടി തുടങ്ങുന്നു. ദത്ത് പ്രത്യേകം ഓർമ്മിക്കുക, മൈക്കൽ മധുസൂദൻ ദത്തിൻ്റെ വരവ് പുതിയ ഊർജ്ജം നൽകുകയാണ് ഈ നാടകവേദിയിലേക്ക്. ഇന്ത്യൻ തീംസ് വരികയാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്ന സ്ത്രീ എഴുത്തുകാരുടെ വരവാണ്. വളരെ കുറച്ച് സ്ത്രീ എഴുത്തുകാരെ പ്രീ ഇൻഡിപെൻഡൻസ് കാലഘട്ടത്തിലുള്ളൂ.
പോസ്റ്റ് ഇൻഡിപെൻഡൻസിലേക്ക് വരുമ്പോൾ ധാരാളം സ്ത്രീ എഴുത്തുകാർ വരുന്നുണ്ട്. 1960s ശേഷമാണ് കൂടുതലും ശക്തമായ ഫെമിനിസ്റ്റ് തീംസ് നാടകത്തിൽ വരുന്നത്. അതിനു മുമ്പ് തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീപക്ഷ മൂവ്മെൻറ്റ്സ് ഗാന്ധിയുടെ കാലത്ത് തന്നെ, സ്വാതന്ത്ര്യ സമര കാലത്ത് 1927 സ്ത്രീ അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള എല്ലാ വാദങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കലാപ്രസ്ഥാനത്തിലേക്ക്, നാടക പ്രസ്ഥാനത്തിലേക്ക്, നാടക മേഖലയിലേക്ക് കൂടുതൽ ആക്റ്റീവായ സ്ത്രീകൾ വരുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കാലഘട്ടത്തിലാണെന്ന് പറയാം. നോവലുകളിലാണ് സ്ത്രീകൾ തങ്ങൾക്ക് ഏറ്റവും വലിയ അവസരങ്ങൾ പ്രീ ഇൻഡിപെൻഡൻസ് കാലഘട്ടത്തിലും കണ്ടെത്തുന്നത്. നമ്മളത് വിമൻ റൈറ്റേഴ്സ് എന്ന പേരിൽ മറ്റൊരു വീഡിയോയിൽ പഠിക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുക, കണ്ടിട്ടില്ലെങ്കിൽ. ഇനി തിരിച്ചു വരികയാണെങ്കിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ഡ്രാമയിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കാലഘട്ടത്തിൽ 1980s 80കൾക്ക് ശേഷമാണ് കൂടുതൽ സ്ത്രീപക്ഷ തീംസ്, ഫെമിനിസ്റ്റ് തീംസ് വരുന്നത്. ഫെമിനിസ്റ്റ് തീംസ് എന്ന് പറയുന്നത് സിസ്റ്റർഹുഡ് എന്ന് പറയുന്ന ആശയം, 80s വളരെ പ്രമുഖമായ ഒരു ഫെമിനിസ്റ്റ് ആശയം തന്നെയാണത്. അത് ഇന്ത്യൻ ഇംഗ്ലീഷ് നാടകങ്ങളിൽ വരുന്നുണ്ട്. പിന്നെ എക്സ്പെരിമെൻ്റൽ പ്ലേസ് ആർ അനദർ ഫീച്ചർ ഓഫ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് വിമൻ ഡ്രാമ ഇൻ ഇന്ത്യ. എക്സ്പെരിമെൻ്റ് ചെയ്യുക, നാടകത്തിൻ്റെ ഫോം ഉപയോഗിച്ച്, നാടകത്തിൻ്റെ രീതി മാറ്റിക്കൊണ്ട് പുതിയ പുതിയ പരീക്ഷണങ്ങൾ നാടകത്തിൻ്റെ സ്ട്രക്ചറിൽ വരുത്തിക്കൊണ്ടുള്ള എക്സ്പെരിമെൻറ്റേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കുക. കുറച്ച് പേരുകൾ പഠിച്ചു വെക്കുക. പ്രധാനപ്പെട്ട നാടകൃത്ത്, മഞ്ജുള പത്മനാഭനെ പോലെയൊക്കെയുള്ള നാടകകൃത്തികളുടെ പേരുകൾ, ഹാർവെസ്റ്റ് പോലുള്ള നാടകങ്ങളുടെ പേരുകൾ അതും പഠിച്ചു വെക്കുക. മഞ്ജുള പത്മനാഭൻ വളരെ പ്രധാനപ്പെട്ട ഒരു നാടകമാണ് ഹാർവെസ്റ്റ്, നല്ലൊരു നാടകമാണ്. ഇവരുടെ തീംസ് വളരെയധികം വേരി ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും സോഷ്യൽ തീമും ഫെമിനിസവും മാത്രമൊന്നല്ല. ഹാർവെസ്റ്റ് എന്നുള്ള നാടകം മനുഷ്യന്റെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിനെ കുറിച്ചും നിലനിൽപ്പിന്റെ ആശങ്കകളെക്കുറിച്ചും പറയുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു സയൻസ് ഫിക്ഷൻ നാടകം കൂടിയാണ്. ഇങ്ങനെ രാഷ്ട്രീയവും കൂടി അതിൻ്റെ അകത്തുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷണാത്മക നാടകങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറി ഇതെല്ലാം ഉൾപ്പെടുത്താം നമുക്ക്. ഇപ്പോൾ എക്സ്പെരിമെൻ്റൽ പ്ലേസ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ്, എക്സ്പെരിമെൻ്റൽ പ്ലേസ്. ഇപ്പോൾ സ്ത്രീപക്ഷ നാടകവും എക്സ്പെരിമെൻ്റൽ തിയേറ്ററും എക്സ്പെരിമെൻ്റൽ ഡ്രാമ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ പ്ലേസ്, PLAYS ആണ് ഉദ്ദേശിച്ചത്. എക്സ്പെരിമെൻ്റൽ പ്ലേസ്, എക്സ്പെരിമെൻ്റൽ തിയേറ്റർ, എക്സ്പെരിമെൻ്റൽ ഡ്രാമ എന്നൊക്കെ പറയാം. ഇപ്പോൾ സ്ത്രീപക്ഷ ഡ്രാമ, ഫെമിനിസ്റ്റ് ഡ്രാമയും എക്സ്പെരിമെൻ്റൽ ഡ്രാമയും ഒരുമിച്ച് കൈയോട് കൈ ചേർന്ന് പോകുന്നതായിട്ട് കാണാം നമുക്ക്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഈ വീഡിയോയിൽ. നമ്മുടെ ബ്ലോക്ക് 1 ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് 1 നമ്മളിവിടെ ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് കരുതുന്നു ഇന്നത്തെ ഈ ക്ലാസ്. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഈ വിഷയത്തിലുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ താഴെ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. ബ്ലോക്ക് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വീഡിയോസ് മുഴുവൻ നിങ്ങൾ കാണുക. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഒരു പ്ലേലിസ്റ്റ് പോലെ, നിങ്ങളുടെ പ്രൈവറ്റ് പ്ലേലിസ്റ്റ് പോലെ തയ്യാറാക്കി ബ്ലോക്ക് 1 മുഴുവൻ നിങ്ങൾക്ക് ഒറ്റ ശ്രേണിയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ബ്ലോക്ക് 1 എല്ലാ യൂണിറ്റും നമ്മുടെ ചാനലിൽ ക്ലാസ്സുകളായി വന്നിട്ടുണ്ട്. മറ്റ് ബ്ലോക്കുകളും ക്ലാസ്സുകളായി ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുകയാണ് പരീക്ഷയ്ക്ക് മുമ്പായിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു പരീക്ഷ വിജയം ആശംസിക്കുന്നു. ഹാവ് എ വണ്ടർഫുൾ ടൈം. God bless you all. Thank you so much. Have a great time. Bye-bye.